ആര് സക്കാത്ത് കൊടുക്കുന്നുണ്ടോ, വയജ്തനിബുൽ കബായിറ, വൻപാപങ്ങൾ ആരുപേക്ഷിക്കുന്നുണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മറന്നു പോകല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവൻ, നോമ്പ് പിടിക്കുന്നവന്, സക്കാത്ത് കൊടുക്കുന്നവൻ പോരാ, അവന് ജീവിതത്തിൽ വലിയ പാപങ്ങൾ ചെയ്യാതെ സൂക്ഷിക്കുകയാ. അങ്ങനെയുള്ളവന് മരണപ്പെട്ടു പോയാ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ അവന്റെ നേരെ തുറക്കുകയാ. സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുക മാത്രമല്ല, അവനോട് പറയുന്നു ഉദ്ഖുൽ ബിസലാം, നിർഭയത്വത്തോടെ പ്രവേശിച്ചോ, നിർഭയത്വത്തോടെ സ്വർഗ്ഗത്തിൽ കടന്നോ എന്ന് അവനോട് പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ പാപങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയോ? വലിയ പാപങ്ങൾ ഉപേക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധ്യമാകുമോ? എന്നാൽ തീർച്ച അല്ലാഹു നമ്മുടെ ചെറിയ പാപങ്ങൾ പുറത്തു തരുന്നതാണ്, സംശയമില്ല. പക്ഷേ ഇവിടെ സംശയം തോന്നാ, ഏതാണ് ഉസ്താദേ വലിയ പാപങ്ങൾ? 7 വൻപാപങ്ങളെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ. ശിർക്ക് മുതൽ എണ്ണിയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ. ശിർക്ക് മുതൽ എണ്ണിയിട്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത് വരെ 7 എണ്ണം അല്ലാഹുവിന്റെ റസൂൽ എണ്ണി പറഞ്ഞപ്പോ 7 വൻപാപങ്ങളിൽ ഏത് വൻപാപം ചെയ്താൽ അല്ലാഹു നമുക്ക് പുറത്തു തരില്ല, പക്ഷെ ഏത് പാപം അല്ലാത്തത് ചെയ്താൽ പുറത്തു തരുമെന്നാണോ എന്റെ സഹോദരങ്ങളെ അല്ല പറഞ്ഞത്? വൻപാപങ്ങൾ ചെയ്യാതിരുന്നാലെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ 7 വൻപാപങ്ങളെന്ന് ഒരവസരത്തിലാണ് പറഞ്ഞത്, പക്ഷേ വൻപാപങ്ങൾ 7 മാത്രമാണെന്ന് കരുതിപ്പോയോ? അവിടെയാണ് എനിക്കും നിങ്ങൾക്ക് പിഴവ് പറ്റിയത്. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് വൻപാപങ്ങൾ 7 ലോകത്ത് ആകെ 7 എണ്ണമേ ഉള്ളൂ, 8ാമതൊരു പാപം വൻപാപമില്ലെന്ന് കരുതിപ്പോയോ? എന്നാലും മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ഒരു തെറ്റുണ്ട്. ആ തെറ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയട്ടെ. അത് വൻപാപമാ, അത് വൻപാപമാ. സബഉൽ മുബിഖാത്ത് എന്ന ഹദീസിൽ വന്ന 7 വൻപാപങ്ങളിൽ പെട്ടതല്ല. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ പല പ്രഭാഷണങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ, പല ഹദീസുകളിലായി വൻപാപങ്ങളെ എണ്ണിയിട്ടുള്ള ഭീകരമായ തെറ്റുകളെ പ്രത്യേകിച്ച് സഹോദരിമാരെ കാണുന്ന ഒരു തെറ്റുണ്ട്. ഏതാണെന്നറിയോ? ഞാൻ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നതല്ല, സഹോദരിമാരെ ഞാൻ പരിഹസിക്കുന്നതല്ല. അവരുടെ വീട്ടുജോലികൾ ചെയ്യുമ്പോ, അവര് തൊഴിലുകൾ ചെയ്യുമ്പോ, അവരുടെ തിരക്കിനിടയിൽ കഴിയാതെ പോകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമുണ്ടറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ ജമഅ ബൈന സ്വലാത്തൈനി, من جمع بين صلاتين من غير عذر فقد أتى بابا من أبواب الكبائر. മുസ്ലിം ചെറുപ്പക്കാരാ, വാഹനം ഡ്രൈവ് ചെയ്യുന്നവനോട് പറയുകയാ, നീ നിന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കാ. അധ്വാനത്തിന് വേണ്ടി നീ തെരഞ്ഞെടുത്തിട്ടുള്ള ഓട്ടോറിക്ഷയാണോ എന്റെ പൊന്നുമോനെ ചെറുപ്പക്കാരാ? അല്ലാഹു നിനക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, നീ ലോഹറിന്റെ സമയത്ത് നിസ്കരിക്കാൻ നിനക്ക് കഴിയുന്നില്ല, നീ ഓട്ടത്തിലാണ്. ഏതെങ്കിലും പള്ളിയിലെ നിസ്കാരത്തിന് വേണ്ടി കയറിയാൽ ഇന്ന് പള്ളികളൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. സെക്രട്ടേറിയറ്റ് തുറക്കുന്നതിന് കുഴപ്പമില്ല, നിയമസഭ തുറക്കുന്നതിന് കുഴപ്പമില്ല, മാളുകൾ തുറക്കുന്നതിന് കുഴപ്പമില്ല, തിയേറ്ററുകൾ തുറക്കുന്നതിന് കുഴപ്പമില്ല, എന്തു തുറക്കുന്നതിന് പ്രശ്നമല്ല. പള്ളികൾ തുറക്കുന്നതിന് നിയന്ത്രണങ്ങൾ വരുന്നു. പോട്ടെ സഹോദരങ്ങളെ, എന്റെ വിഷയം അതല്ല. ഏതെങ്കിലും ഒരു സഹോദരന് നിസ്കരിക്കാൻ പറ്റുന്നില്ല, അവൻ എന്താണ് ചെയ്യുന്നത്? എന്താ ഒരുമിച്ച് കൂട്ടുകയാ. ഭാര്യയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി പാർസൽ വാങ്ങി കൊടുക്കണ്ട. ഇപ്പൊ അങ്ങനെയാണ്, ഭാര്യയുടെ സ്നേഹം കൂടുതൽ കിട്ടാൻ വേണ്ടി പാർസൽ വാങ്ങി കൊടുക്കും. അങ്ങനെയാണോ? നമ്മൾ കരുതുന്നത് എപ്പോഴും നമ്മളെ ഭാര്യ ഓർക്കുമെന്നുള്ളതാണ്. പച്ചക്കള്ളമാണത്. നിങ്ങളുടെ ഭാര്യയോട് പാകം ചെയ്യാൻ പറഞ്ഞാൽ ഒരു ദിവസം അവൾ നിങ്ങൾ എത്ര തവണ ഓർക്കുമെന്നറിയോ? മീൻകാരൻ വന്ന് മീൻ കൊണ്ടുവരുന്ന സമയത്ത് ഭർത്താവിനെ ഭാര്യ ഓർക്കുന്നു. ഇന്ന മീനുകൾ എന്റെ ഭർത്താവിന് ഇഷ്ടമില്ല, ഇന്ന മീനാണെങ്കിൽ എന്റെ ഭർത്താവിന് വലിയ ഇഷ്ടമാണ്, അപ്പൊ നിങ്ങളെ ഓർത്തു, മീൻ വാങ്ങി. അത് കഴിഞ്ഞ് കഴുകി അറുത്ത് അതിനെ ഉപ്പും മുളകും ഒക്കെ ചേർക്കുമ്പോ എന്റെ ഭർത്താവിന് കറി വെക്കുന്നതിനേക്കാൾ ഇഷ്ടം പൊരിക്കുന്നതാണ്, അവിടെയും നിങ്ങളെ ഭാര്യ നിങ്ങളെ ഓർത്തു. അത് കഴിഞ്ഞ്
ചട്ടിയിലേക്കിട്ട് എണ്ണയിൽ തിളക്കുമ്പോ കൂടുതൽ കരിഞ്ഞു പോകുന്ന എന്റെ ഭർത്താവിന് ഇഷ്ടമില്ല, പെട്ടെന്ന് എടുത്തേക്കാം. അപ്പോഴും നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഓർത്തു. ഇത് നിസ്സാരമായി ഒരു മീൻ ഫ്രൈ, അതിന്റെ കാര്യം മാത്രമാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്, വിശദീകരിക്കാൻ സമയമില്ല. നിങ്ങൾ എത്ര തവണ ഭാര്യ ഓർത്തു? ഇത് പാർസൽ വാങ്ങിക്കൊണ്ട് കൊടുത്താൽ കിട്ടുവോ? അവളതെല്ലാം കൂടെ വാരി കയറ്റിക്കൊണ്ട് നേരെ കൂർക്കം വലിച്ച് ഉറക്കോ ജോലി. നിങ്ങൾ ഓർക്കൂല. സന്തോഷത്തോടെ കഴിക്കാനും ഉടുക്കാനും ഉണ്ണാനും ഉറങ്ങാനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ അകന്നുപോയത്. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. ഏതായിരുന്നാലും സഹോദരിമാരോട് പറയാ, ഇങ്ങനെയൊക്കെ പാകം ചെയ്യുന്നതിനിടയിൽ ലോഹറിന് ബാങ്ക് കേട്ടാൽ എന്ത് ജോലി ഉണ്ടെങ്കിലും നിങ്ങൾ വൃത്തിയുണ്ടോ, കയ്യിലും മീന്റെ നാറ്റുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിസ്കാരം സ്വീകരിക്കാതിരിച്ചുകൊണ്ട് തൽബിയത്തിന്റെ മന്ത്രോച്ചാരണത്തോടുകൂടി പരിശുദ്ധമായ ഹറമിൽ പോകുമ്പോഴല്ല അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ മദീനത്തുൻ നബവിയിലേക്ക് പോകുമ്പോഴല്ല സമ്പത്തിന്റെ 2.5% കാൽക്കുലേഷൻ നടത്തിയിട്ട് പാവപ്പെട്ടവന്റെ അവകാശം വീടുന്ന സകാത്തിന്റെ സന്ദർഭത്തിലല്ല പടച്ചവൻ നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. തൊണ്ട പൊട്ടിക്കീറുന്ന അവസ്ഥയിൽ, ചുണ്ട് വരണ്ടുണങ്ങുന്ന അവസ്ഥയിൽ അല്ലാഹുവിന് വേണ്ടി പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടക്കുന്ന നോമ്പിന്റെ സമയത്തല്ല പടച്ചവൻ നമ്മോട് കൂടുതൽ അടുക്കുന്നത്. ആദരവായ പ്രവാചകൻ പറഞ്ഞു, അഖറബുമായ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദു. നീ സുജൂദിൽ കിടക്കുമ്പോഴാണ് അല്ലാഹു നിന്നോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്, അല്ലേ? ഒരുത്തന്റെ മുമ്പിലും കുനിക്കാത്ത തല, ആരുടെ മുമ്പിലും നമ്മൾ കുനിക്കുവോ? നമ്മുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ്? ഒരുത്തന്റെ മുമ്പിൽ നമ്മുടെ ശിരസ് കുനിക്കൂല. അത് ആരാണെങ്കിലും ആരുടെ മുമ്പിൽ കുനിക്കാത്ത ശിരസ് നടന്നു പോകുന്ന നിലത്ത് ചേർത്ത് വെച്ച് നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും വലിയ ഇസ്സത്തിന്റെ അവയവമായ തല അത് നടന്നു പോകുന്ന നിലത്ത് ചേർത്ത് വെച്ചിട്ട് ശരീരത്തിന്റെ ഏറ്റവും വൃത്തികെട്ട അവയവമായി നമ്മൾ മനസ്സിലാക്കുന്ന പൃഷ്ഠഭാഗത്തെ ആ തലയേക്കാൾ ഉയർത്തി വെച്ചുകൊണ്ട് എല്ലാ വെയിറ്റും എല്ലാ ശക്തിയും എല്ലാ ഭാരവും ആ തലയിൽ കൊടുത്തുകൊണ്ട് നമ്മൾ പറയുന്നു, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, നീയാണ് പരിശുദ്ധൻ, നീയാണ് ഉന്നതൻ, നീയാണ് ഔന്നത്യത്തിന്റെ ഉടമസ്ഥൻ പടച്ചവനെ എന്ന് പറയുന്ന സുജൂദ്. ആരുടെ മുമ്പിലും കുനിക്കാത്ത തല അല്ലാഹുവിന് വേണ്ടി നടന്നു പോകുന്ന നിലത്ത് ചേർത്ത് വെക്കുമ്പോ അബുൽ കലാം ആസാദിനോട് ചോദിച്ചില്ലേ, നിങ്ങളുടെ ഇസ്ലാം എന്താ നിങ്ങൾക്ക് തരുന്ന സമ്മാനമെന്ന്? നിങ്ങളുടെ ഇസ്ലാമിന്റെ പ്രത്യേകത എന്താ? ഭീമാപ്പള്ളി ഉറൂസിന് എന്നെ കേൾക്കാൻ വേണ്ടി വന്ന എന്റെ ഹൈന്ദവ ക്രൈസ്തവ സഹോദര സഹോദരിമാരോട് പറയാ, ഞങ്ങളുടെ ഇസ്ലാം, ഞങ്ങളുടെ ദീൻ, ഞങ്ങളുടെ നമസ്കാരം ഞങ്ങൾക്ക് തന്നത് എന്താണെന്നറിയോ? ഈ ഭീമാപ്പള്ളിയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാണെന്ന് എനിക്കറിയില്ല, ആരായാലും നിങ്ങൾക്കറിയുമല്ലോ. ഈ ഭീമാപ്പള്ളിയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ അയാൾ നമസ്കാരത്തിന് ഭീമാപ്പള്ളിയിൽ മുത്തുക്കോയ തങ്ങളുടെ ജുമാ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ, ആ ജുമാ നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി വരുമ്പോൾ അദ്ദേഹം കാണുന്നത് മുമ്പിലത്തെ സഫ് ഫുള്ളായി, അദ്ദേഹം പിന്നിലത്തെ സഫിൽ നിൽക്കുന്നു. നോക്കുമ്പോ മുന്നിൽ നിൽക്കുന്നത് ആരെന്നറിയോ? തന്റെ വീട്ടിൽ തന്റെ പോർച്ചിൽ കിടക്കുന്ന കാറ് കഴുകി തരുന്ന ഈ നാട്ടിലെ പാവപ്പെട്ട ഒരു ദരിദ്രനാണ്. എന്റെ വീട്ടിൽ മീൻ വാങ്ങിക്കൊണ്ട് തരുന്ന പാവപ്പെട്ടവനാണ്. എന്താ ഇസ്ലാമിന്റെ പ്രത്യേകത? ആ സെർവന്റ്, ജോലിക്കാരൻ, ഖാദിമ്, വേലക്കാരൻ, തൊഴിലാളി എന്ത് പറഞ്ഞാലും, ആ പര്യായങ്ങളിട്ട് കൂട്ടിക്കുഴച്ച് പറഞ്ഞാലും, വീട്ടിൽ ഏതെങ്കിലും ഒരു സമ്പന്നന്റെ വീട്ടിൽ ജോലി ചെയ്തിട്ട് അവന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സാധു കാല് വെച്ചിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അയാള് സുജൂദിലേക്ക് പോകുമ്പോൾ ആ കാല് വെക്കുന്ന സ്ഥലത്താണ് കോടീശ്വരനായ മുതലാളി അവന്റെ നെറ്റി ചേർത്ത് വെക്കുന്നത്. അബുൽ കലാം ആസാദിനോട് ചോദിച്ചു, നിന്റെ നിസ്കാരം എന്താ നിനക്ക് സമ്മാനിക്കുന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്റെ ഡ്രൈവർ കാല് വെക്കുന്നിടത്ത് ഞാൻ എന്റെ ശിരസ് വെക്കുന്നു എന്ന് പറഞ്ഞ ഭാഷാപിതാവ് അബുൽ കലാം ആസാദ് പഠിപ്പിച്ചു. അല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഒരുമിച്ച് കൂട്ടാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു തന്നിട്ടില്ല, ഒരിക്കലും നമുക്കത് തരില്ല. സുബഹി മുതൽ ഇശാ വരെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഖലാക്കാൻ ഒരിക്കലും നമുക്ക് അനുവാദമില്ല. ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി ഫിഖ്ഹ് പണ്ഡിതനാണ്, കർമ്മശാസ്ത്ര പണ്ഡിതൻ പറഞ്ഞു, ഒരു മനുഷ്യന്റെ സുബഹി മുതലുള്ള ഇശാ വരെയുള്ള നമസ്കാരം അവന്റെ ജനനം മുതൽ അവന്റെ പരലോകം വരെ സൂചിപ്പിക്കുകയാണ്. അവന്റെ ജനനം മുതൽ പരലോകം വരെ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്ക്, സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് നമ്മളെ സുബഹി നിസ്കാരം കഴിയും, ഇല്ലേ? ഭീമാപ്പള്ളിയിൽ അങ്ങനെയല്ലേ? സൂര്യൻ ഉദിച്ചാ പിന്നെ നിസ്കാരം ഉണ്ടോ? ഇല്ല. സൂര്യൻ ഉദിച്ചു വരുമ്പോഴേക്ക് സുബഹി നിസ്കാരം കഴിഞ്ഞു. ആ സുബഹി നിസ്കാരം അവന്റെ ജനനത്തെ സൂചിപ്പിക്കുകയാ. ഉദിച്ചു വരുന്ന സൂര്യനെ ഓർമ്മിപ്പിക്കുന്ന അവന്റെ ജനനമാണ്. ഈ സൂര്യൻ നേരെ ഉച്ചയിലെത്തി.
നട്ടുച്ചയിലെത്തി കഠിനമായ ചൂട്, ശരീരമെല്ലാം വിയർക്കുന്നു, രക്തം ഇങ്ങനെ തിളക്കിയാൽ ഇതാ മനുഷ്യന്റെ യുവത്വത്തെ സൂചിപ്പിക്കുകയാണ്. നല്ല ചോരത്തിളപ്പല്ലേ, വെട്ടിയ 12 കഷണമായി വീണാലും അവൻ കിടന്ന് തുടിക്കും. അവന്റെ യുവത്വം അങ്ങനെയാണ്, അവന്റെ ചെറുപ്പം യുവത്വം എന്ന് പറയുന്നത് ആ രീതിയിലാണ്. അത് ളുഹർ നിസ്കാരത്തിന്റെ സൂചനയാണ്. അത് കഴിഞ്ഞ് പഴയ പൊളപ്പും ആ ഒരു തിളപ്പൊന്നും ഇപ്പൊ ഇല്ല അല്ലേ. കണ്ണൊക്കെ കാഴ്ച മങ്ങി, സംസാരശേഷിയൊക്കെ കുറഞ്ഞു വരുന്നു, കേൾവിയൊക്കെ കുറഞ്ഞു വരുന്നു. അത് മനുഷ്യന്റെ വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന സമയമാണ്. അത് അസറാണ് അല്ലെ. സൂര്യൻ ഉച്ചയ്ക്ക് നിന്ന് നേരെ പടിഞ്ഞാറോട്ടിങ്ങനെ വളഞ്ഞ്, പഴയ ചൂടൊന്നും ഇപ്പൊ ഇല്ല. അസറിന് ളുഹറിന്റെ ചൂടില്ലല്ലോ. അപ്പൊ ആ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് ആളുകൾക്ക് വലിയ ചൂടൊന്നും ഇല്ലാത്തൊരു സമയം, ഒരു മങ്ങിയ അവസ്ഥ. ഇത് മനുഷ്യന്റെ അസർ നിസ്കാരം, അത് മനുഷ്യന്റെ വാർദ്ധക്യത്തെ സൂചിപ്പിക്കുന്നു. കുറെ കഴിഞ്ഞാൽ 2 മണിക്കൂർ അങ്ങോട്ട് കഴിയുമ്പോഴേക്ക് സൂര്യൻ അസ്തമിച്ചു. എങ്കിലും ആളുകൾ മുമ്പിൽ നിൽക്കുന്നവരെയൊക്കെ കാണാം. മഗ്രിബിന്റെ സമയമായി ബാങ്ക് കൊടുത്തെങ്കിലും മുന്നിൽ നിൽക്കുന്നവരെയൊക്കെ കാണാം. ഇത് മനുഷ്യന്റെ മരണമാണ്, അവൻ അസ്തമിച്ചിരിക്കാൻ. എങ്കിലും ആളുകൾ പറയും, ഓ എങ്ങനെ ഇരുന്ന ആളാ. മഗ്രിബിന്റെ സമയത്ത് പരസ്പരം കണ്ടുമുട്ടുന്ന ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നത് പോലെ ആളുകൾ മരിച്ചാലും പറയും, ഓ അവൻ ഇന്നലെയും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇന്ന് കൊല്ലം ജില്ലയിലെ അൻവാറുശ്ശേരിയിലെ ശാസ്താംകോട്ടയിലെ ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ UK അബ്ദുർ റഷീദ് മൗലവി മരണപ്പെട്ട അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകം എളുപ്പമാക്കി കൊടുക്കട്ടെ, ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു മരണപ്പെട്ട കുടുംബാദികൾക്ക് വേണ്ടി ദുആരക്കാൻ. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അസ്തമിച്ചു എങ്കിലും ആളുകൾ നമ്മളെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയും. അതാണ് മഗ്രിബ്. സൂര്യൻ അസ്തമിച്ചാലും മുംബൈക്ക് ആളുകളെ കാണാം. കുറെ സമയം കഴിഞ്ഞാൽ, 1 മണിക്കൂറും 20 മിനിറ്റും കഴിഞ്ഞാൽ, മഗ്രിബ് ഇശായിനിടയിൽ ആ സമയം കഴിഞ്ഞാൽ ഇശായിന്റെ സമയമെത്തി. എന്താണെന്നറിയോ? ആരും സൂര്യനെ പറ്റി പറയില്ല, കാരണം ഇരുട്ടായി. സൂര്യൻ എല്ലാവരും മറന്നു എന്നതുപോലെ നമ്മുടെ പരലോകമാണ്. നമ്മൾ ആരും ഓർക്കൂല, എല്ലാരും മറന്നു. ചുരുക്കത്തിൽ ജനനം മുതൽ പരലോകം വരെ 5 നേരത്തെ നമസ്കാരത്തെ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുമ്പോൾ എങ്ങനാണടോ ളുഹറിനെയും അസ്റിനെയും ഒരുമിച്ച് കൂട്ടാൻ ആരാ നമുക്ക് അനുവാദം തന്നത്? നീ ദീർഘമായ യാത്ര ചെയ്യുന്നവനാണെങ്കിൽ അതിനെ ചുരുക്കാൻ നിനക്ക് അല്ലാഹു തന്നെ അനുവാദം തന്നത്. അതിനെ രണ്ടും ഒരുമിച്ച് കൂട്ടാൻ, ജമ്മായി നിസ്കരിക്കാനും അല്ലാഹു അനുവാദം തന്നു. അത് കാരണമില്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാരണത്തിന്റെ പേരിലാണെങ്കിൽ അല്ലാഹു മാപ്പ് തരില്ല. വിശദീകരണങ്ങൾക്ക് സമയമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 നമസ്കാരത്തെ അകാരണമായി ഒരുമിച്ച് കൂട്ടിയാൽ അവൻ അല്ലാഹു തആല അവനെ കണക്കാക്കുന്നത് വൻപാപികളുടെ കൂട്ടത്തിലാണ്. പടച്ചവനെ കാത്തുരക്ഷിക്കട്ടെ. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ ചാരിയിരിക്കുക, ഒരു മനുഷ്യനെ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഏതാണ് വലിയ പാപങ്ങളെന്ന് പഠിപ്പിച്ചു തരുവോ? ഈ പറയുന്നതും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന കാര്യമാ. ഏതാ വൻപാപമെന്ന് ചോദിച്ചു വന്ന അനുചരന്മാരോട് ചാരിയിരിക്കുന്ന ഹബീബ് തന്റെ ചാരിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ സൂക്ഷിക്കേണ്ടത് വൻപാപങ്ങൾ ഏതെന്നറിയോ? കേവലം 7 വൻപാപങ്ങൾ മാത്രമല്ല, കാരുണ്യത്തിന്റെ തിരുദൂതരെ പറഞ്ഞു കൊടുക്കുകയാണ്. അശ്റുകു ബില്ലാഹ്, അൽയഅ്സു മിൻ റൗഹില്ലാഹ്, വൽ ഖനൂതു മിൻ റഹ്മത്തില്ലാഹ്, ഹാദാ അക്ബറുൽ കബായിർ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്ന ഒരാൾ, ശിർക്ക് ചെയ്യുന്ന ആൾ, മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പുന്ന ഒരാൾ, അല്ലാഹുവല്ലാത്ത ശക്തികള്, അല്ലാഹുവല്ലാത്ത വ്യക്തികള്, അത് പണമായാലും പവറായാലും പ്രശസ്തിയായാലും ഉദ്യോഗമായാലും ഏതായാലും അതെല്ലാം എനിക്ക്, എല്ലാ കഴിവുകളും എനിക്ക് അതാണ് വലുതെന്ന് ചിന്തിക്കുന്നവരെ അല്ലാഹുവിനോട് നീ പങ്കു ചേർക്കുകയാ. അങ്ങനെ ശിർക്ക് ചെയ്യലാണ് ഏറ്റവും വലിയ പാപമെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? അൽയഅ്സു മിൻ റൗഹില്ലാഹ്, വൽ ഖനൂതു മിൻ റഹ്മത്തില്ലാഹ്,
അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകല. അതാ ഞാൻ ആമുഖം പറഞ്ഞത്, ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശരാകല്ലേ. അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശ വേണ്ട. ലോകത്താരും നമ്മളെ ഒന്നും ചെയ്യൂലോ. നമ്മളെ സൃഷ്ടിച്ച പടച്ചതമ്പുരാനുണ്ടല്ലോ, നമ്മളെ സംരക്ഷിക്കുന്ന അള്ളാഹുവുണ്ടല്ലോ, നാളെ നമ്മളെ സംഹരിക്കുന്ന അള്ളയുണ്ടല്ലോ. ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവര് പടച്ചതമ്പുരാൻ നമ്മളെ കൈയൊഴിയൂല. ആരൊക്കെ ഒഴിഞ്ഞാലും പടച്ചവൻ നമ്മളെ കൈയൊഴിയൂല. അതുകൊണ്ട് റബ്ബിനെ തൊട്ട് നിരാശ വേണ്ട എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ നിരാശപ്പെട്ടാൽ അത് വൻപാപമാണെന്ന് മുഖ്ബിറെ സാദിഖ് ഇമാമുൽ ഹറമൈൻ നബിയുൽ സഖലൈൻ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതെത്രയും പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ ചിന്തിക്കോ. ഈ പറയപ്പെട്ട വൻപാപങ്ങൾ ഒഴിച്ച് ചെറുതേരം ചെയ്യാമെന്നാണോ? അല്ല, ചെറുത് ചെയ്തോ. പക്ഷേ ഒരു കാര്യം നമ്മളെ ഗൗരവത്തിൽ കാണണം. അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നാമത്തെ സൂക്തം അവസാനിപ്പിക്കുകയാ. അള്ളാന്റെ ഹബീബ് പറയുകയാണ്, ഒരു ഉദാഹരണത്തിൽ സമർത്ഥിക്കുകയാ. ഒരു ഉദാഹരണം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാ. ഒരു സംഘം ആളുകൾ വിജനമായ ഒരു പ്രദേശത്തെത്തി. ആ പ്രദേശത്തെത്തുമ്പോ അവരൊക്കെ പാകം ചെയ്യണം. പക്ഷേ അവിടെ കമ്പുകളില്ല, അവിടെ വിറകുകളില്ല. എന്താ ചെയ്യേണ്ടത്? മരക്കമ്പുകൾ എടുത്തുകൊണ്ട് വരാൻ സഹാബത്തിനോട് നബി തങ്ങൾ ആജ്ഞാപിച്ചു. അവർ ഓരോരുത്തരായി ഓരോ പ്രദേശത്തേക്ക് പോവുകയാ. ഓരോരുത്തർക്കും ഓരോ 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 ശിഖരങ്ങൾ കെട്ടി അതെല്ലാം കൊണ്ട് വൃക്ഷത്തിന്റെ ശിഖരങ്ങളുമായി കടന്നു വരുമ്പോ അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിരത്തി വെക്കുകയാ. ഒരു കൂമ്പാരമായി അള്ളാന്റെ റസൂൽ പറഞ്ഞു, എന്നാലിനെ പാകം ചെയ്യട്ടെ. അങ്ങനെ ഒരാള് ഭക്ഷണം പാകം ചെയ്യുകയാണ്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇത് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, ഇത് നിങ്ങൾ കണ്ടില്ലേ സഹാബാ, ഇവിടെ വരുമ്പോൾ ഒരു കമ്പുമില്ല, ഒരു വിറക് കഷണവുമില്ല, വൃക്ഷത്തിന്റെ ശിഖരങ്ങളില്ല, ഒന്നുമില്ല, വിജനമായിരുന്നു. പക്ഷേ നിങ്ങൾ നാലു ഭാഗത്ത് പോയി ഓരോ ചുള്ളിക്കമ്പെടുത്തു കൊണ്ടുവന്നപ്പോ ഇവിടെ ഒരു കൂമ്പാരമായില്ലേ, അത് നിങ്ങൾക്ക് പാകം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഒരു വലിയ തീക്കുണ്ടാരമായി മാറിയില്ലേ. ഇത് കാണിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇയ്യാകും ബിമുഹഖിറാത്തി ദുനൂബ്, ചെറിയ പാപങ്ങളെ നിസാരമായി കാണല്ല മുസ്ലിമേ. ഫഇന്നഹുന്ന യജ്തമിഉന അലർറജുലി ഹത്താ യുഹ്ലികനാ, ഇത് ഒരാളുടെ മേൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ അവനെ നശിപ്പിച്ചിട്ടേ അടങ്ങൂ എന്ന് ആരംഭപ്പൂവായ നബിയേ മുഹമ്മദ് മുസ്തഫ. ചെറിയ പാപങ്ങൾ നമ്മൾ പറയുമല്ലോ, അത് വലിയ പാപമൊന്നുമല്ലല്ലോ, ഒരു ചെറിയ തെറ്റല്ലേ, ഒരു ചെറിയ തെറ്റല്ലേ. പ്രിയപ്പെട്ടവരെ ചിന്തിക്കടേ, ഒരു വിശ്വാസി ചെറിയ പാപങ്ങളിൽ നിന്ന് പോലും ശുദ്ധിയായിരിക്കണമെന്ന. എന്താ ഇവിടെ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? ഇവിടെ ആർക്കെങ്കിലും ഭൗതിക താല്പര്യങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണോ? ഇവിടെ ആർക്കെങ്കിലും ഉദ്യോഗങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണോ? ഇവിടെ ആർക്കെങ്കിലും ഭൗതിക താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ടാണോ? ഇവിടെ ലക്ഷങ്ങൾ ആർക്കെങ്കിലും വീതിച്ചു കൊടുക്കുന്നുണ്ടോ? ഇവിടെ തെങ്ങിൻ തൈ കൊടുക്കുന്നുണ്ടോ? ഇവിടെ കോഴിക്കുഞ്ഞിനെ വിതരണം ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷേ നിങ്ങൾ എന്തേ ഇവിടെ വന്നത്? കാസർഗോഡ് ജില്ലയിൽ നിന്ന് വന്നവർ ഇവിടെയില്ലേ? മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നവർ ഇവിടെയില്ലേ? കോഴിക്കോട് ജില്ലയിൽ നിന്ന് വന്നവർ ഇവിടെയില്ലേ? ഏതെല്ലാം ജില്ലകൾ താണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ വരാനുള്ള കാരണം എന്താ? ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹദി ബീമാ ബീവി റഹ്മത്തുള്ളാഹി അലൈഹയുടെ പേരിലല്ലേ? അവരുടെ സീമന്തപുത്രൻ മാഹീൻ അബൂബക്കറിന്റെ പേരിലല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ പറയുകയാ, അവരെങ്ങനാണ് ഈ മർത്തബയിലെത്തിയത്? അവരെങ്ങനാണ് ഈ മഹത്വം കരസ്ഥമാക്കിയത്? അവരെങ്ങനാണ് ഈ അവസ്ഥയിലെത്തപ്പെട്ടത്? നമ്മൾ എന്നും ഉറൂസ് കൊണ്ടാടിയാ മതിയോ? നമ്മൾ അവരെ പോലെ ആകാശമിക്കണ്ടേ? കഴിഞ്ഞ വർഷം ഇതേ ഉറൂസ് മുബാറക്കിൽ ഇവിടെ നിന്ന് പ്രസംഗിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ വിഷയം ഞാൻ ഓർക്കുന്നുണ്ട്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ആ മഹദിയായി മാറിയത്? എന്തുകൊണ്ടാണ് നിങ്ങളെ പോലെ വികാരമുള്ള, വിചാരമുള്ള, നിങ്ങളെ പോലെ രൂപലാവണ്യങ്ങളുള്ള, നിങ്ങളെ പോലെ ശരീരപുഷ്ടിയുള്ള, നിങ്ങളെ പോലെ രക്തം ചുടുനിണം ഒഴുകുന്ന, സിരകളിൽ ഒഴുകുന്ന ഒരു സ്ത്രീയല്ലേ? അവരെന്താണ് ഈ പള്ളിയുടെ അകത്തളത്തിൽ, ഈ മഖാമിന്റെ അകത്തളത്തിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ എല്ലാവരും ഓടി വന്ന് അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതി ഇവിടെ തബറുക്കിന് വേണ്ടി ദുആ ചെയ്ത് പിരിയുന്നത് എന്തിന്റെ പേരിലാ സഹോദരങ്ങളെ? ഗവൺമെന്റ് പോലും ഒരു പൊതു അവധിയായി ഭീമാപള്ളി ഉറൂസിനെ മാറ്റിയത് എന്തിന്റെ പേരിലാ? ഇവിടെ നടക്കുന്ന ഈ ഉറൂസ് മുബാറക്കുമായി ബന്ധപ്പെട്ട് എത്ര സ്പെഷ്യൽ
ബസ്സുകളാ സർവീസ് നടത്തപ്പെടുന്നത്. എത്ര ആളുകളാണ് ഓടി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്തിന്റെ പേരിലാണെന്നോ? ഒരു വിലായത്തിന്റെ അത്യുന്നതമായ സോപാനങ്ങൾ എത്തപ്പെട്ടത് കൊണ്ടാ. എന്തുകൊണ്ടാണ് ബീമാ ബീബി റളിയല്ലാഹു അൻഹ ആ അവസ്ഥയിലെത്തിയതെന്നറിയോ? മഹീൻ അബൂബക്കർ തങ്ങൾ ആ അവസ്ഥയിലെത്തിയതെന്തുകൊണ്ടെന്നറിയോ? പ്രിയപ്പെട്ടവരെ, ഒരു ശൈഖാണ്, ഒരു വലിയത്താണ്, ഒരു വലിയാണ് എന്നതിന്റെ പേരിലാണ്. എന്താ വലിയാകാനുള്ള ക്വാളിറ്റി എന്നറിയോ? നിങ്ങൾ നിസ്സാരമായി കാണരുത്. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹദിയെ നിങ്ങൾ നിസ്സാരമായി കാണല്ലേ. ആരാണ് അവരെന്നറിയോ? അവരുടെ ഒരു ശിഷ്യയാകണമെങ്കിൽ, മഹീൻ അബൂബക്കർ എന്ന പൊന്നുമോന്റെ ഒരു ശിഷ്യനാകണമെങ്കിലുള്ള ക്വാളിറ്റി എന്തെന്നറിയോ? മുറബിയായ മശായിഖുമാരുടെ, പ്രിയപ്പെട്ട ശൈഖുമാരുടെ മുരീദുമാർക്കുണ്ടാകേണ്ട ക്വാളിഫിക്കേഷൻ എന്തെന്നറിയോ? 12 വർഷക്കാലം, അതായത് ഒരു വ്യാഴവട്ടക്കാലം ചെറിയ പാപങ്ങൾ ചെയ്യാ പാടില്ല. ചെറിയ പാപം ആരംഭപൂവായ നബിതങ്ങളോടുള്ള അതിരുവിട്ട അനിർവചനീയമായ അവാച്യമായ അചിന്തനീയമായ അണപൊട്ടി ഒഴുകുന്ന അനുരാഗം, അത് നമ്മളെ സൂചിപ്പിക്കുന്ന ഒരു ആയത്താണ്. എന്താണെന്നറിയോ? അല്ലാഹു പറയുകയാണ്, വലൗ അന്നഹും ഇല്ലലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അല്ലാഹ് പറയുകയാണ് സഹോദരങ്ങളെ, സൂറത്തുൻ നിസായിൽ 64-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാ, വലൗ അന്നഹും ഇല്ലലമൂ അൻഫുസഹും ജാഊക. നബിയെ, തെറ്റുകൾ ചെയ്തിട്ട് അങ്ങയുടെ മുമ്പിൽ അവർ വരുന്നതാണ്. സ്വഹാബാക്കളിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാൽ അവര് തെറ്റ് ചെയ്തിട്ട് ഓടിയെത്തുന്നത് എവിടെയാണ്? ഇലാ ഹദറത്തി റസൂലില്ലാഹ്. മായിസ് ഇബ്നു മാലിക് അൽ-അസ്ലമി കടന്നു വന്നില്ലേ റസൂലുള്ളാഹിന്റെ മുമ്പിൽ? ഫാത്തിമ എന്ന പെണ്ണ് കടന്നു വന്നില്ലേ? എത്ര സംഭവങ്ങളാ പ്രിയപ്പെട്ടവരെ. കാരുണ്യത്തിന്റെ തിരുദൂതരുടെ മുമ്പിലേക്ക് ഓടിയെത്തുകയാ. എന്നിട്ട് അവര് ചെയ്യുന്നത് എന്തെന്നറിയോ? അല്ലാഹു പറയുകയാണ്, പടച്ചവനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുകയാ. അല്ലാഹുവേ, പുറത്തു തരണേ അല്ലാ, എനിക്ക് മാപ്പാക്കണേ അല്ലാ. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. ആരംഭപൂവായ നബി തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയാ. അവര് സ്വന്തം ചെയ്ത തെറ്റ്, അവര് ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റ് അല്ലാഹുവിന്റെ മുമ്പിൽ വന്ന് ഏറ്റുപറയാ. അവര് ഭൗതിക ലോകത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലെത്തുകയാ. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് പടച്ചവനോട് അവരെ പരാതി ബോധിപ്പിക്കുകയാ. ഭീമാ പള്ളിയിൽ വന്നാലും നമ്മൾ അങ്ങനെയല്ലേ? ആ ഭീമാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്തെത്തുമ്പോൾ നമ്മൾ ആരോടാ ചോദിക്കുന്നത്? അല്ലാഹുവേ, നിന്റെ ഇഷ്ടപ്പെട്ട ഒരു മഹരി കിടക്കുകയാണ്, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു താ അല്ലാ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ദ്വാരക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നു അല്ലാഹുവിന്റെ ഹബീബിനോട് അവര് ചെയ്ത തെറ്റുകളെല്ലാം പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അല്ലാഹുവോട് പൊറുക്കലിനെ തേടുക. ആ സമയത്ത് ഫസ്തഗ്ഫറുല്ലാഹ്, അവര് പടച്ചവനോട് പൊറുക്കലിനെ തേടുകയാ. ഫസ്തഗ്ഫറ ലഹുമുർ റസൂൽ. അല്ലാഹുവിന്റെ ഹബീബ് അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാ, പൊറുക്കലിനെ ചോദിക്കുകയാ. എന്നാ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൻ നിസാ പറയുകയാ. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ ആയത്ത്, എനിക്ക് സമാധാനം തരുന്ന രണ്ടാമത്തെ ആയത്ത്, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരുന്നതായി എത്തിക്കാൻ കഴിയുമെന്ന. ഒരു തെറ്റ് ചെയ്തു പോയാ മുത്തുനബിയുടെ ചാരത്ത് വന്ന് നബിയെ എനിക്ക് വേണ്ടി ഒന്ന് ദ്വാരക്കണേ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്. അല്ലാഹു ആ ദുആ സ്വീകരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വികാരത്തോട് രോമാഞ്ചത്തോടെ നമുക്ക് കേൾക്കാൻ പറ്റുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ പദവിയാ, ലോകത്തിന്റെ മുത്തിന്റെ മഹത്വമാണ്. അത്തബി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാനൊരു ദിവസം റൗള ശരീഫിൽ ഇരിക്കുമ്പോ ഞാൻ എന്റെ ഹബീബിന്റെ ചാരത്ത് സലാം ചൊല്ലിയിട്ട് അവിടെ ഞാൻ എന്റെ മുത്തിന്റെ ചാരത്തിരിക്കുമ്പോ ഖുബ്ബത്തുൽ ഖളറായിന്റെ അടുത്ത് പോകാത്തവർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ലോകത്ത് നമ്മൾ പോകേണ്ടത് പരിശുദ്ധമായ ഹറമിലാണ്. അവിടെ നിന്ന് മസ്ജിദുൻ നബവിയിലെത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും വിറ്റുപറക്കിയാൽ, എന്തെല്ലാം നമ്മൾ വിറ്റുപറക്കിയാൽ പരിശുദ്ധമായ മണ്ണിലെത്താതെ മരിച്ചുപോയോ
ഒന്നാലോചിക്കണേ, ഭൗതിക ലോകത്ത് ഇതിനപ്പുറം നമുക്ക് നഷ്ടം വേറെ ഏതാ നമുക്കുള്ളത്? മദീനയുടെ രാജകുമാരന്റെ ചാരത്ത് ഞാൻ ഇരിക്കുമ്പോ അത്തബി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഒരു അറാബിയായ മനുഷ്യൻ വരികയാ, ഒരു ആദിവാസിയായ മനുഷ്യൻ വരികയാ, വിവരം കുറഞ്ഞ മനുഷ്യനാ, പാണ്ഡിത്യത്തിന്റെ പാപ്പരത്വമുള്ളൊരു മനുഷ്യനെ കടന്നു വരികയാ. അയാളെ കടന്നു വന്ന് റൗളാ ശരീഫിന്റെ മുന്നിലെത്തി. എന്നിട്ട് പറഞ്ഞതെന്തെന്നറിയോ? സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേൾക്കണേ. മഹാനായ അത്തബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ആ റൗളാ ശരീഫിന്റെ ചാരത്തിങ്ങനെ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിനടുത്തിരിക്കുന്ന എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ആദിവാസിയായ സഹാബി കടന്നു വരികയാ, ഒരു അറാബിയായ മനുഷ്യൻ കടന്നു വരികയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയുടെ മുന്നിൽ വന്ന് നിന്ന് പറയുകയാണ്, സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയേ സലാത്ത് സലാമുകൾ അങ്ങക്കുണ്ടാകട്ടെ. എന്നിട്ട് മഹാനായ അത്തബി തങ്ങൾ പറയുകയാ, ആ മനുഷ്യൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, സമയത്തുല്ലാഹ യഖൂൽ, നബിയേ എന്റെ പടച്ചവന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഒരു തെറ്റ് ചെയ്തിട്ട് നബിയെ അങ്ങയുടെ മുന്നിൽ വരുമ്പോൾ അവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോ, നിങ്ങളും അല്ലാഹുവിനോട് പാപം പൊറുക്കലിനെ ചോദിക്കുമ്പോ നിങ്ങൾക്ക് പാപം പൊറുക്കുന്ന അല്ലാഹനെ കണ്ടെത്താൻ കഴിയുമെന്ന് ആയത്ത് ഞാൻ കേട്ടു നബിയേ. ഖലറാഇന്റെ കുബ്ബയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ പറയുകയാ, അല്ലാഹന്റെ തിരുദൂതരെ ഞാൻ എന്റെ പടച്ചവനെ പറയുന്നത് കേട്ടു, എന്ത് തെറ്റ് ചെയ്താലും അങ്ങയുടെ മുമ്പിൽ വരുമ്പോ അങ്ങ് പൊറുക്കലിനെ തേടും, ഞാനും പൊറുക്കലിനെ ചോദിച്ച ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. പടച്ചവനെ നിങ്ങൾക്ക് മാപ്പ് തരുന്നവനായി കാണാൻ കഴിയുമെന്ന് പറഞ്ഞല്ലോ നബിയെ. ഞാൻ വന്നത് എന്തിനെന്നറിയോ? വഖദ് ജിഅതുക മുസ്തഗ്ഫിറൻ ലിദംബി വമുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി. അങ്ങയുടെ മുമ്പിൽ വന്നത് വെറുതെയല്ല നബിയേ, അങ്ങയുടെ മുമ്പിൽ ഞാൻ വന്നത് എന്റെ പാപങ്ങൾ എണ്ണി പറയാനാ. അങ്ങ് പറയൂ, പടച്ചവനോട് പറയൂ, എനിക്ക് എന്റെ അല്ലാഹു പൊറുത്ത്. എന്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, അങ്ങയുടെ മുഹോ ഫതാബ മിൻ തീബിഹിൻ القاء ولكم نفس الفداء لقبر نمد ساكنه فيه العفاف وفيه الجود والكرم. ആ മനുഷ്യൻ എന്ന് പറഞ്ഞതെന്തെന്നറിയോ? യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅലമുഹു, ഈ പുണ്യമണ്ണിൽ കിടന്നുറങ്ങുന്ന നബിയേ, ഈ പുണ്യമായ റൗളാ ശരീഫിന്റെ മണ്ണിൽ കിടന്നുറങ്ങുന്ന എന്റെ തിരുദൂതരെ, എന്റെ തിരുദൂതരെ, ഫതാബ മിൻ തീബിഹിൻ നൽഖാഉ വല്ലകും. ഇവിടത്തെ മലമ്പ്രദേശങ്ങളോ, ഇവിടത്തെ മാമലകളും, ഇവിടത്തെ വനങ്ങളും, ഇവിടത്തെ മരുഭൂമിയുമല്ല, ഇവിടത്തെ പോറക്കൂട്ടങ്ങളല്ല, നബിയെ അങ്ങ് കിടക്കുന്നു എന്ന കാരണത്താൽ പരിമളമുള്ളതായി, അങ്ങ് കിടക്കുന്നതറിഞ്ഞുകൊണ്ട് പരിശുദ്ധിയുള്ളതായി. കാരുണ്യത്തിന്റെ തിരുദൂതരുടെ ശരീരം മണ്ണോട് ഒട്ടിക്കിടക്കുമ്പോൾ ആ മണ്ണിനൊരു പരിമളമില്ലേ സഹോദരാ? 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ ഉഹദ് മലയുടെ ഭാഗത്ത്, ഉഹദിന്റെ ഭാഗത്ത് സഹോദരങ്ങളെ ഒരു ചെറിയ ഒരു ഗുഹ ഉണ്ടായിരുന്നത്രേ. ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഹതഭാഗ്യനാണ്, കാണാൻ കഴിഞ്ഞിട്ടില്ല. പ്രഗത്ഭനായ ഈ കേരളത്തിലെ ഒരു മുദരിസ്, നൂറുകണക്കിന് ശിഷ്യന്മാരെ തർബിയത്ത് കൊടുക്കുന്ന ഒരു മുദരിസ്, അദ്ദേഹം ആ ഗുഹയ്ക്കുള്ളിൽ, ആ പാറക്കെട്ടിന്റെ ഉള്ളിൽ കേറിയിരുന്നിട്ട് എന്നെ വിളിച്ചു ഫോൺ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, പടച്ചവനാണ്, 114 കഴിഞ്ഞിട്ടും ഈ ഉഹദിന്റെ ഈ പാറക്കെട്ടിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഇരിപ്പിടം പോലെ ഒരു പാറയുണ്ട്. അതിൽ അല്ലാഹുവിന്റെ ഹബീബ് ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് വിശ്രമിച്ചത്രേ. അതിനകത്ത് കയറി റസൂലുള്ള വന്നിരുന്നു. ആ സമയത്ത് പനിനീരിന്റെ പരിമളമുള്ള കാരുണ്യത്തിന്റെ തിരുദൂതരുടെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി വിയർപ്പ് ആ ഗുഹയ്ക്കകത്തു വീണു.
സഹോദരങ്ങളെ, 1400 വർഷങ്ങൾ കഴിഞ്ഞിട്ടും വല്ലാഹി തമ്പുരാനെ തന്നാണ് സത്യം, ആ ഗുഹയ്ക്കകത്ത് നിന്ന് ഹബീബിന്റെ മണം വിട്ടുമാറിയിട്ടില്ലത്രേ. ഹബീബിന്റെ മണമാ ഗുഹയ്ക്കകത്ത് നിന്ന് വിട്ടുമാറിയില്ലത്രേ. എങ്ങനെ റൗള ശരീഫിന്റെ മണലുകൾക്ക് പരിമളമില്ലാതിരിക്കും? എങ്ങനെ മദീനയുടെ മണ്ണിന് മഹത്വമില്ലാതിരിക്കും? ആരെന്തോ പറഞ്ഞോട്ടെ, ലോകത്ത് നമ്മുടെ ഹബീബിന് ഏത് വർഗീയതയുടെ നിറം ചാത്തി കിട്ടി എന്തോ പറഞ്ഞോട്ടെ, ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ വാപ്പയെ ഞങ്ങളുടെ ഉമ്മയെ ദണ്ണം വെക്കുകയാ നബിയേ, ഞങ്ങളുടെ ശരീരത്തെ അങ്ങക്ക് സമർപ്പിക്കുകയാ നബിയേ, ഞങ്ങളുടെ ജീവൻ വേണോ, ഞങ്ങളുടെ രക്തം വേണോ, ഞങ്ങളുടെ എന്ത് വേണോ നബിയെ അങ്ങക്ക് സമർപ്പിക്കാൻ ഞങ്ങൾ പൊരുക്കെടുത്തിരിക്കുകയാ. ആഗ്രഹിക്കണ സഹോദരങ്ങളെ, ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഇതേപോലത്തെ ഒരു വേദിയിൽ പുണ്യ ഹബീബിനെ പറ്റി പറഞ്ഞ്, മദീനയെ പറ്റി പറഞ്ഞ്, ആ ഹബീബിന്റെ അവദാനങ്ങളെ പറഞ്ഞ് അവസാനം ആ സദസ്സിൽ രക്തം ഛർദ്ദിച്ച് മരിക്കാൻ കഴിഞ്ഞാൽ അതിനപ്പുറം എന്റെ ഹബീബിന്റെ വികാരം എന്റെ ജീവിതത്തിന്റെ വികാരമാകുന്നത് ഇതിനപ്പുറം ഏതൊരു നിലയിലാണ്? എന്റെ സഹോദരങ്ങളെ, നമുക്ക് വലുത് നമ്മുടെ ഹബീബല്ലയോ? ലോകത്താരും എന്തു പറഞ്ഞോട്ടെ, എന്തു പറഞ്ഞാലും ഇല്ല, എന്റെ ഹബീബിനപ്പുറം എനിക്കൊന്നുമില്ല. ഏതൊക്കെ കുൽസിത ശ്രമങ്ങളിലൂടെ ഈ സമുദായത്തെ ഹറാം തീറ്റിക്കാൻ ശ്രമിച്ചാലും ഇല്ല, ഹലാലല്ലാത്തതൊന്നും ഞങ്ങൾ കഴിക്കൂല, ഹലാലല്ലാത്തതൊന്നും ഞങ്ങൾ കഴിക്കൂല. അത് വ്യക്തമായി, അത് മുസ്ലിമിന്റെ കടയാണെങ്കിൽ പോലും ഇത് ഹലാലാണോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങളുടെ തൊണ്ടയ്ക്ക് താഴെ ശരീരത്തിലേക്ക് ഭക്ഷണം ഇറങ്ങൂ. ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ഹബീബാണ്. ഒരാദിവാസി പറയുന്നു, നബിയേ, അങ്ങ് കിടക്കുന്ന മണ്ണിൽ ഞാൻ വന്നിട്ട് പറയുന്നു, ഖൈറായ നബിയേ, 4 ഭാഗത്തും അങ്ങയുടെ ശരീരത്തോടൊട്ടിക്കിടക്കുന്ന മണ്ണിന്റെ പരിമളമുള്ള മണ്ണിന്റെ ഉടമസ്ഥനെ, അങ്ങയുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുകയാ. നഫ്സിൽ ഫിദാഉ ലിഖബരിൻ അൻത സാകിനുഹു ഫീഹിൽ ഇഫാഹു വഫീഹിൽ ജൂദു വൽ കറമു. നബിയേ, ഈ ഖബറിൽ നിന്നാണ് ലോകത്ത് ഔദാര്യം ഒഴുകുന്നത്. ഈ ഖബറിൽ നിന്നാണ് ലോകത്ത് മുഴുവനും വിനയവും ലോകത്ത് മുഴുവനും കാരുണ്യവും പരക്കുന്നത്. ഈ ഖബറിടത്തിൽ നിന്നാണ്, ഈ റൗളയിൽ നിന്നാണ്, ഈ മണ്ണിൽ നിന്നാണ് ലോകത്ത് ജൂദും കറമുമെല്ലാം ഒഴുകുന്നത്. നബിയേ, ഞാൻ ഇവിടെ വരാതെ പിന്നെ ഏത് ലോകത്ത് പോകാനാ? എന്റെ പടച്ചവൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്ന് ചോദിച്ചാൽ അള്ളാഹു പുറത്തു തരുമെന്ന്. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. അതുപോലെ അള്ളാന്റെ റസൂലും നമുക്ക് വേണ്ടി പടച്ചവനോട് പൊറുക്കലിനെ തേടും. അങ്ങനെ റസൂലേ, അങ്ങയുടെ ഖുർആൻ അങ്ങ് പഠിപ്പിച്ച ഗ്രന്ഥം പറഞ്ഞിട്ടുള്ളത് കൊണ്ടാ ഈ പാവമോടി ഇവിടെ വന്നതെന്ന് പറഞ്ഞിട്ടാ മനുഷ്യന് മണ്ണുവാര് തലയിലിട്ട് കുഞ്ഞുങ്ങളെ പോലെ തേങ്ങിക്കരഞ്ഞ റൗള ശരീഫിൽ നിന്ന് പടിയിറങ്ങുമ്പോ ഒരു ചെറിയ മയക്കത്തിലേക്ക് അത്തബി തങ്ങൾ പോയത്രേ. അത്തബി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനൊരു ചെറിയ മയക്കത്തിലേക്ക് പോയി. അങ്ങനെ ഞാൻ മയങ്ങി കിടക്കുമ്പോൾ എന്റെ മുന്നിലതാ ആരംഭപ്പോവായ നബിതങ്ങളെ കിനാവില് വരികയാ. കിനാവ് കാണണ്ടേ സഹോദരാ? അല്ലാഹുവിന്റെ റസൂല് കിനാവിൽ വന്നിട്ട്, കനവിൽ വന്നിട്ട് പറയുകയാണ്, സഹോദരങ്ങളെ ചിന്തിക്കണേ, യാ അത്തബി അൽഹിഖിൽ ഇറാബിയ, അത്തബിയെ ഓടിച്ചല്ല ഇറാബിയുടെ പിന്നാലെ പോ. എന്നിട്ട് ഫബശ്ശിറുഹു, എന്നിട്ട് അദ്ദേഹത്തോട് പറയണം, ഇന്നല്ലാഹ ഖദ് ഗഫറ ലഹു, അല്ലാഹ് പുറത്തു കൊടുത്തു എന്ന് പറയൂ അത്തബി. ഇത് തഫ്സീർ ഇബ്നു കസീറിൽ കാണാ. സഹോദരങ്ങളെ, അത്തബി തങ്ങൾ പറയുകയാണ്, ഞാൻ ഞെട്ടി ഉണർന്നു. എഴുന്നേക്കുമ്പോ അത്തബി അവിടെ നിന്ന് നടന്നു പോവുകയാ. ഞാൻ ഓടി, അത്തബി പറയുന്നു, ആ അയറാബി നടന്നു പോവുകയാ. ഞാൻ ഓടിച്ചെന്ന് പിന്നാലെ ചെന്നിട്ട് പറഞ്ഞു, ബശറ റസൂലുള്ളാഹ് അന്നല്ലാഹ ഖദ ഗഫറ ലക, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുകയാ. അതുകൊണ്ട്
അതുകൊണ്ട് സന്തോഷ വർത്തമാനം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു മഹാനായ പ്രവാചകൻ അത്തബി എന്ന തന്റെ അനുചരനെ പറഞ്ഞു വിട്ടെങ്കിൽ കനവിലും അല്ലാഹുവിന്റെ ഹബീബാണ്, നിലവിലും അല്ലാഹുവിന്റെ ഹബീബാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരീക്ഷയുടെ ആയത്ത് രണ്ടാമത്തേത് അതാണ്. ജീവിച്ചിരിക്കുമ്പോ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് എല്ലാവരും പറയും, നബിയെ ഞാൻ തെറ്റ് ചെയ്തു പോയി. എത്ര സംഭവങ്ങളാ. റവാഹുൽ ബുഖാരി മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ മാഇസ് ബിൻ മാലിക്കുൽ അസ്ലമിയുടെ സംഭവം കൊടുത്തിട്ടുണ്ട്. എന്താ വേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷയുടെ രണ്ടാമത്തെ ആയത്ത്. ഇതിനെ ഒരു ഇർഷാദ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സൂചനയുണ്ട്. ഒരു സൂചനയുണ്ട്. എന്താണെന്നറിയോ? എന്തെങ്കിലുമൊക്കെ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ മഹാന്മാരോട് ദുആ ചെയ്യാൻ വേണ്ടി നമ്മൾ പറയണം. പ്രത്യേകിച്ച് സാദാത്യങ്ങളോട്, സയ്യിദുമാരോട്. അള്ളാഹു അനുഗ്രഹിച്ച് ഭീമാപള്ളിക്ക് ഒരു ഇമാമിനെ അള്ളാഹു നൽകിയിട്ടുണ്ട്. സയ്യിദാണ്. അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ കൂടപ്പറപ്പുകളായ എന്റെ ഉമ്മയുടെ ഉദരത്തിൽ പ്രസവിക്കപ്പെട്ടില്ല എന്ന ഒറ്റ കുറവ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന കൂടപ്പുറപ്പുകളായ സയ്യിദുമാർ ഈ പരിസരത്ത് ഒരുപാടുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അള്ളാന്റെ ഹബീബിന്റെ കുടുംബത്തിൽപ്പെട്ടവരോട്, മഹാന്മാരായ ദുആക്ക് ഇജാബത്തുള്ള അങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോഴും നമ്മുടെ ഈ നാട്ടിലെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള മണ്ണിൽ ജീവിച്ചിരിപ്പുണ്ട്. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്ര ചോദിച്ചാലും അള്ളാഹു തരുന്നില്ല. കാരണം എന്താ? ലോണെടുത്ത വീട്ടിലാ കിടക്കുന്നത്. എത്ര ദുആ ചെയ്താലും പടച്ചോൻ സ്വീകരിക്കുന്നില്ല. സീസിയിട്ട വണ്ടിയിലാ ചീറിപ്പായിന്നേ, അല്ലേ? ഒറ്റിയുള്ള വീട്ടിലാ കിടക്കുന്നത്. ചില ഉടായ്പ തരികിട ഈ തേക്കില് പരിപാടികളൊക്കെ ഉണ്ട്. 5 ലക്ഷം രൂപ ഒറ്റി. പക്ഷെ അത് ഹറാമല്ലേ? അവരൊരു കാര്യം ചെയ്യാം, മാസം ഒരു അഗ്രിമെന്റ് വെക്കി 50 രൂപ വാടകയ്ക്ക്. ഇത് ആരുടെ? ഇന്നഹും യക്കീദൂന കൈദ. ഈ ഉടായ്പ പടച്ചോനടുത്ത് വേണ്ട. അള്ളാഹ്ക്ക് നന്നായിട്ടറിയാം. ഇത് ആർക്ക് കാണിക്കാനാ? പിന്നെ അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കുക. അള്ളാഹു പുറത്ത് തന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു പുറത്തു തരട്ടെ. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അനന്തപുരിയിലൊക്കെയാ താമസിക്കുന്നത്. അതൊക്കെ ശരിയാ. വലതുഭാഗത്ത് കടല്, ഇടതുഭാഗത്ത് മാള്, മുന്നില് മണല്, പിന്നില് വലിയ വലിയ ദേശീയ പാത, ഇതൊക്കെ ഉണ്ട്. പക്ഷേ 90% ആളുകളും വാടകയ്ക്കാണ്. അള്ളാഹു വീടില്ലാത്തവർക്ക് ഒരു 1 സെന്റില് ഒരു വീട് ഞാൻ കണ്ടു. 1 സെന്റിൽ ഒരു വീട്. ആ വീട്ട് ഗൃഹനാഥൻ ഈ സദസ്സിൽ വാഴ കേൾക്കുന്നുണ്ട്. 1 സെന്റില് ലൈറ്റ് ഹൗസ് കയറും പോലെയാണ് ആദ്യത്തെ നിലയിൽ നിന്ന് രണ്ടാമത്തെ നിലയിലേക്ക് കയറുന്നത്. പക്ഷെ എങ്കിലും 1 സെന്റില് മനോഹരമായൊരു വീട്. അള്ളാഹു 1 സെന്റ് മണ്ണെങ്കിലും അള്ളാഹു തരട്ടെ. എന്നിട്ട് ആരും ഇറക്കി വിടാത്ത. അതാ ഇന്ന് നമ്മുടെ ഭീമാപള്ളി ഉറൂസിന്റെ പരസ്യം നമ്മുടെ പേജിൽ ചെയ്തിരിക്കുമ്പോ ഞാൻ രാവിലെ വായിച്ചതാണ്. നമ്മുടെ വണ്ടൂര് ഭാഗത്ത് നിന്ന്, മലപ്പുറം ജില്ലയുടെ നിലമ്പൂര് ഭാഗത്ത് നിന്ന് ഒരു സഹോദരൻ മെസ്സേജ് അയച്ചിരിക്കുന്നു. ഷൗക്കത്ത് അലി എന്ന പേര്. അദ്ദേഹം ഈ പരിപാടി കാണുന്നുണ്ടാവും. ഞാൻ കണ്ടിട്ടില്ല ആ മനുഷ്യനെ. അദ്ദേഹം എഴുതിയിരിക്കുന്നു, ഉസ്താദേ ഭീമാപള്ളി ഉറൂസ് അല്ലേ, നിങ്ങൾ ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹ്, ഒരു സന്തോഷം പങ്കിടാനുണ്ട്. വാടക വീട്ടിൽ നിന്ന് സ്വന്തമായി ഞാൻ വാങ്ങിയ 7 സെന്റ് വസ്തുവിലേക്ക് ഞാൻ താമസം മാറുകയാണ്. അവിടെ ഒരു ഷെഡ് കെട്ടി. അൽഹംദുലില്ലാഹ്. മനസ്സിലായില്ല? ഇന്നലെ വരെ വാടക വീട്ടിലായിരുന്നു. ആ വീട് മാറി സ്വന്തമായ ഒരു 7 സെന്റ് ഭൂമി വാങ്ങി. അൽഹംദുലില്ലാഹ്, ഞാൻ അങ്ങോട്ട് താമസം മാറുകയാണ്. ഷെഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വീട് വെക്കാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് ഒരു ഷെഡ് കെട്ടിയിട്ട് ഞാൻ അതിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതും ഉടുക്കുന്നതും നടക്കുന്നതും പിടിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ നിഷിദ്ധമായപ്പോൾ ഒരുത്തന്റെയും ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല. എല്ലാ പള്ളികളിലും ദുആ ചെയ്തില്ലേ? എവിടെയെല്ലാം ദുആ ചെയ്തു? ആയിരക്കണക്കിന് കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർന്നിട്ട് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തില്ലേ? 10,000-കണക്കിന് കണ്ണുനീർ തുള്ളികൾ ചാലിട്ടൊഴുകിയില്ലേ? എന്തേ നമ്മുടെ ദുരിതങ്ങൾ അല്ലാഹു മാറ്റിത്തരുന്നില്ല? എന്തുകൊണ്ട് മാറുന്നില്ല? കഴിക്കുന്നത് ഹറാമായി പോയി അല്ലേ? അപ്പോഴാണ് ഒരുത്തന്റെ ഒരു ഉഡായിപ്പിന്റെ ബോർഡ്, ഇവിടെ ഹറാമായത് മാത്രമേ കിട്ടുള്ളൂ.
ഇവിടെ ഹറാമായത് മാത്രമേ കിട്ടുള്ളൂ, ഹലാൽ രഹിതമാണ് ഇവിടെ, ഹലാല് കിട്ടൂല. അപ്പോഴ് ഈ പറയുന്ന ആളിന്റെ വലിപ്പത്തിനുള്ള സവനപ്പിന്റെ ഒരു ബോക്സ് ഇരിക്കുന്നു, അതിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു ഹലാലാണ് എന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹലാലെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഭീകരതയുടെ ഒരു പര്യായമാണെന്ന് കരുതി പോകരുത്. മോട്ടിക്കാത്ത സാധനം, പിടിച്ചുപറിക്കാത്ത സാധനം, അറുക്കപ്പെടുന്നത് മോശമായി, കൊല്ലാതെ ചാകാതെ മാന്യമായിട്ട് മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിച്ചത് എന്നൊക്കെ അർത്ഥമുള്ള അനുവദനീയമായിരുന്ന അർത്ഥമുള്ള അതിനെ ഭീകരതയുടെ പര്യായമായി ആരും കാണുമൊന്നും വേണ്ട. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്ന് സ്വഹാബാക്കൾ അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്തതെല്ലാം മാറ്റിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ മഹാന്മാരുടെ മുമ്പിൽ ചെന്നിട്ട് നമുക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാം. അവർ ദ്വാരക്കട്ടെ, ഫസ്തഗ്ഫിറുല്ലാഹ്, നമ്മളും പടച്ചോട് പൊറുക്കലിനെ ചോദിക്ക്. വസ്തഗ്ഫറ ലഹുർ റസൂലു, ഉലമാക്കളും സാദാത്യങ്ങളും അള്ളാഹുവിന്റെ ഹബീബിന്റെ പിന്തലമുറക്കാരായ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായ ഉലമാക്കളും നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അതുകൊണ്ട് കാണുന്ന ഉലമാക്കളോട് സാദാത്യങ്ങളോടൊക്കെ സ്നേഹം വെക്കണം, എന്നിട്ട് അവരോടൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. ആരുടെ ദുആയ കിട്ടുന്നതെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ടല്ലേ നമ്മൾ അത്രയും ബഹുമാനത്തോടെ ഉലമാക്കളുടെ ദുആ ഉള്ളത് കൊണ്ട്, ഉസ്താദുമാരുടെയൊക്കെ ദുആ ഉള്ളത് കൊണ്ടാണ് നിന്നു പോകുന്നത്. ഇല്ലെങ്കിലൊക്കെ എപ്പോഴേ തള്ളിപ്പോയേനെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമതായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതാണ്. ഇനി മൂന്നാമതായി വിശദീകരിക്കാൻ സമയമില്ല. മൂന്നാമത്തെ പ്രതീക്ഷയുടെ ആയത്തേതെന്നറിയോ? അല്ലാഹു പറയുകയാണ്, ഇതേ സൂറത്തുൻ നിസായിലെ 116-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമിലൂടെ അല്ലാഹു പറയുകയാ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, ശിർക്ക് ചെയ്യുന്നതിന് അല്ലാഹു പൊറുക്കുന്നതല്ല. അല്ലാഹു അല്ലാത്തവരുടെ മുമ്പിൽ നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ, അല്ലാഹു അല്ലാത്തവരുടെ മുമ്പിൽ നമ്മുടെ ശിരസ് കുനിച്ചാൽ, അല്ലാഹു അല്ലാത്തവരോട് നമ്മുടെ കാര്യങ്ങൾ ഏറ്റു പറഞ്ഞാൽ ഒരിക്കലും അല്ലാഹു പൊറുക്കൂല. അല്ലാഹു ഒരിക്കലും മാപ്പ് തരൂല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്തത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നതാ. ശിർക്കല്ലാത്തത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നതാ. കാരണം ശിർക്ക് ചെയ്യുന്നവർ ഭീകരമായ തെറ്റാണ് ചെയ്യുന്നതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ കത്തെഴുതുകയാ. ആർക്കാണ് കത്തെഴുതിയതെന്നറിയോ? ഒരു ഭരണാധികാരി മറ്റൊരു ഭരണാധികാരിക്ക് കത്തെഴുതാറുണ്ട്. ചിന്തിച്ചിട്ടുണ്ടോ സഹോദര? ഭരണാധികാരികളുടെ വിചിത്രമായ നടപടികളും വിചിത്രമായ സ്വഭാവ ഗുണങ്ങളും വൈകൃതങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടതെന്താണ് സഹോദരങ്ങളെ? ചരിത്രത്തിൽ ആദ്യമായി 2 തവണ ഇംപീച്ച്മെന്റ് ചെയ്യപ്പെട്ട ഒരേ ഒരു അമേരിക്ക പ്രസിഡന്റ്, അത് വേറെ ആരുമല്ല, ശതകോടീശ്വരനായ ഡൊണാൾഡ് ട്രംപാണ്. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, കോവിഡ് കാലത്തിന് 1 മാസം മുമ്പ്, ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ അഹമ്മദാബാദിൽ വന്നപ്പോ സഹോദരങ്ങളെ, ചാർട്ടേഡ് ഫ്ലൈറ്റില് ബാത്റൂം കൊണ്ടുവന്നെന്ന് പത്രമെഴുതി. വിശ്വാസയോഗ്യമാണോ അവിശ്വാസമാണോ, സത്യമാണോ വിഡ്ഢിയാണോ നമുക്കറിയില്ല. ഈ ട്രംപ് ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു പ്രത്യേക സംവിധാനത്തിൽ കിച്ചൺ എത്തിയത്രേ, രണ്ടാമതായ ബാത്റൂം വന്നത്രേ, മൂന്നാമതായ വാഷിംഗ് മെഷീൻ എത്തിയത്രേ. എന്തിനെന്നറിയോ? ഈ ഇന്ത്യ രാജ്യത്തെ വാഷിംഗ് മെഷീനിലെ മൂപ്പരുടെ സൂട്ടും കോട്ടും കഴുകൂലത്രേ. അതുപോലത്തെ ഇവിടത്തെ ബാത്റൂമിലും അദ്ദേഹം പോകൂലത്രേ. മാത്രമല്ല, ഇവിടത്തെ കിച്ചണിൽ അദ്ദേഹം ഭക്ഷണം പാകം ചെയ്ത് കഴിക്കൂലത്രേ. ഇന്ന് ആ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? കായില്ലാത്ത കോഴിക്കടയുടെ മുമ്പിൽ വായി നോക്കി നിൽക്കുമ്പോൾ ഒരാൾക്കും വേണ്ടാതെ, ഒരു നായക്കും വേണ്ടാത്ത അവസ്ഥയിൽ ചരിത്രത്തിൽ ആദ്യമായി 2 തവണ ഇംപീച്ച്മെന്റ് ചെയ്യപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ആരാ? ശതകോടീശ്വരനായ ഡൊണാൾഡ് ട്രംപാണ്. നിങ്ങൾക്കറിയോ, സാധാരണ ഒരു ഭരണാധികാരി അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ നിന്ന് സഹോദരങ്ങളെ പടിയിറങ്ങുന്നത് എങ്ങനെയാണ്? ഒരാൾ ജയിച്ച് പ്രസിഡന്റ് ആയാൽ മുൻ പ്രസിഡന്റ് പോകുന്നത് ആദ്യം പെട്ടെന്ന് തന്നെ അവിടെ ഒരു ചെറിയ ചായ സൽക്കാരം നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ജീവനക്കാരോടൊപ്പം നിന്നുകൊണ്ട് ഒരു ചെറിയ ഫോട്ടോ എടുക്കുന്നു. എന്നിട്ട് കുടുംബത്തോടൊപ്പം കണ്ണീരോടുകൂടി പടിയിറങ്ങും മുമ്പ് അവസാനമായും നിലവിലെ പ്രസിഡന്റുമായി കുറഞ്ഞ
കുറഞ്ഞ സമയം ഒരു കൂടിക്കാഴ്ച. പക്ഷേ അങ്ങനെ ഒന്നും നടന്നില്ല. നേരം പ്രഭാതം പൊട്ടിവിടരുന്നപ്പോ ലോക പോലീസ് സമയുന്ന അമേരിക്കയുടെ വൈറ്റ് ഹൗസില് ജോ ബൈഡൻ എന്ന് പറയുന്ന പുതിയ പ്രസിഡന്റ് അവരോധിതനായപ്പോ പ്രഭാതം പൊട്ടിവിടരും മുമ്പ് വാഷിംഗ്ടണിൽ നിന്ന് ഓടി ഒളിച്ചു പോയ ശതകോടീശനായ ഡൊണാൾഡ് ട്രംപിന് സംഭവിച്ചതെന്താ? പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല നൈപുണ്യം നേടിയ ഒരു മനുഷ്യനാണ് ഈ പറയുന്ന വഹ്ഷി. അദ്ദേഹത്തിന് കാശ് കൊടുത്ത് വാങ്ങിയതാരാണ്? ഹിന്ദ്. ആരെ കൊല്ലാനാ? സയ്യിദു ശുഹദാഇ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ. ആരാ ഹംസ റളിയല്ലാഹു അൻഹു? അബ്ദുൽ മുത്തലിബിന്റെ മകൻ എന്ന് പറഞ്ഞാൽ ആരാ? അബ്ദുള്ളയുടെ സഹോദരൻ. അവരാരാണ്? ആരംഭപ്പൂവായ നബി തങ്ങളുടെ എളപ്പ, കൊച്ചപ്പ. അല്ലേ? കൊന്നുകളഞ്ഞു. എങ്ങനെ കൊന്നു? കൈകാലുകൾ വെട്ടിമുറിച്ചു, കാതറുത്തു മാറ്റി, മൂക്ക് ഛേദിച്ചു, നാവ് പിഴുതെടുത്തു, കണ്ണ് ചൂഴ്ന്നെടുത്തു, തലയോട്ടി വെട്ടി പിളർന്നു, തലയോട്ടിയിൽ ഇരിക്കുന്ന തലച്ചോറ് വായിലിട്ട് ചവച്ചു തുപ്പി. ആ തലയോട്ടിയിൽ ഹിന്ദ് കരുതി വെച്ചിരുന്ന ഗിഫ്റ്റ്, ആ പാനം ചെയ്യപ്പെട്ട, തനിക്കു വേണ്ടി കരുതി വെച്ചിരിക്കുന്ന, പാനം ചെയ്യപ്പെടാൻ വേണ്ടി വെച്ചിരിക്കുന്ന പതഞ്ഞു നുരപൊന്തുന്ന മദ്യമൊഴിച്ചു. ഏതിൽ? ഹംസത്തുൽ കറാർ തങ്ങളുടെ തലയോട്ടിയിൽ കള്ളൊഴിച്ചിട്ട് കുടിച്ചു. കൊടൽമാലയെടുത്ത് മാലയായിട്ടിട്ട് നൃത്തം ചെയ്തു. ആ വഹ്ഷിക്ക് ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദി എന്ന് ഇങ്ങനെ വിളിക്കുന്നവന്മാരൊന്നും തന്തയില്ലാത്ത പ്രൊഫൈലാ വരുന്നത്. ഞാൻ തന്തയില്ലെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ നാടൻ ഭാഷയിൽ തന്തയില്ലായ്മ എന്നല്ല ഈ പറയുന്നത്. പ്രൊഫൈൽ പിക്ചറിൽ അവരുടെ ഫോട്ടോ ഇടൂല, അത് ബ്ലോക്ക് ആയിരിക്കും. അവരെവിടത്തുകാരാണെന്നൊന്നും അന്വേഷിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പോട്ടെ, അങ്ങനെയൊക്കെ അള്ളാന്റെ ഹബീബിനെ തീവ്രവാദിയാക്കുമ്പോ അള്ളാന്റെ ഹബീബ് തീവ്രവാദിയാകണമായിരുന്നെങ്കിൽ, ആകണമായിരുന്നെങ്കിൽ തന്റെ കൊച്ചാപ്പ ഹംസത്തുൽ കറാറിനെ സയ്യിദു ശുഹദാഇ ഹംസ ഉഹുദിന്റെ രണാങ്കണത്തിൽ മൈരിക്കത്തിൽ ആ ഗ്ലാസ് കൊണ്ട് ചുറ്റും വലയം ചെയ്യപ്പെട്ട ആ മൈരിക്കത്തിന്റെ മധ്യഭാഗത്ത് കിടന്നുറങ്ങുന്ന ഉഹുദിന്റെ രാജകുമാരൻ സയ്യിദു ശുഹദാഇ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ നമ്മൾ ചെന്നിട്ട് സലാം പറയുമ്പോ നമ്മുടെ മനസ്സിൽ ഓടി വരട്ടെ ഈ ചരിത്രങ്ങൾ. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ഈ വഹ്ഷിക്ക് കത്തെഴുതി. എന്താണെന്നറിയോ? വഹ്ഷി മുസ്ലിമാക്, സ്വീകരിക്കാൻ ഞങ്ങൾ സ്വീകരിച്ചോളാം, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരും. ആ സമയത്ത് വഹ്ഷി കത്ത് വായിച്ചിട്ട് വഹ്ഷി അല്ലാഹുവിന്റെ റസൂലിന് മറുപടി കൊടുക്കുകയാണ്. നബിയേ, മുസ്ലിമാകണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ വാദിക്കുന്നല്ലോ, എന്താണ്? വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂ വമൻ യഫഅൽ ദാലിക യൽഖ അസാമാ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖറ, അല്ലാഹു അല്ലാത്തവരെ വിളിക്കാത്ത, ആരാധിക്കാത്ത ആളുകളുണ്ടല്ലോ. വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അകാരണമായി ആരെയും കൊല്ലാത്തവരുണ്ടല്ലോ. വലാ യസ്നൂൻ, വ്യഭിചരിക്കാത്തവരുണ്ടല്ലോ. അവരാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് നിങ്ങൾ വാദിക്കുന്നല്ലോ. ഈ പറയുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നബിയേ, പിന്നെ എങ്ങനെയാണ് ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്? അല്ലാഹുവിന്റെ നബിയേ, അങ്ങ് പറഞ്ഞല്ലോ, വമൻ യഫഅൽ ദാലിക യൽഖ അസാമാ, ഇത് ചെയ്തു പോയാൽ അല്ലാഹു തആല ശിക്ഷ കൊടുക്കുമെന്നങ്ങ് പറഞ്ഞല്ലോ. അതുകൊണ്ട് നബിയേ മുസ്ലിമാകണമെന്ന പൂതിയുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്താണ് ഒരു പോംവഴിയുണ്ടോ? മറുപടി മുസ്ലിമാകെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്തിന് മറുപടിയായിട്ട് വഹ്ഷി റളിയല്ലാഹു അൻഹു പറയാണ്. വഹ്ഷി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ പറയാം തൽക്കാലം. അദ്ദേഹം പറയാണ്, മുസ്ലിമാകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞല്ലോ, യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കൂല, ഒരാളെയും കൊല്ലൂല, വ്യഭിചരിക്കൂല. പക്ഷെ ഇത് മൂന്നും ഞാൻ ചെയ്തിട്ടുണ്ട്, പിന്നെ അങ്ങനെ ഞാൻ മുസ്ലിമാവും?
സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കത്ത് കിട്ടുകയാണ്. നബി തങ്ങളെ മറുപടി കൊടുക്കുകയാണ്, വിഷമിക്കണ്ട. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇല്ല മൻ താബ വആമന വഅമില അമലൻ സാലിഹാ. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇല്ല മൻ താബ, പശ്ചാത്തപിച്ചവനൊഴികെ, വആമന ഈമാനുള്ളവരൊഴികെ, വഅമില അമലൻ സാലിഹാ, സൽക്കർമ്മം ചെയ്യുന്നവനും ഒഴികെ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചുകൊണ്ട് സൽക്കർമ്മം ചെയ്തുകൊണ്ട് പശ്ചാത്തപിച്ചാൽ അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് വഹശി വിഷമിക്കണ്ട, മുസ്ലിമായിക്കോ. മറുപടി വീണ്ടും കൊടുത്തോട്ടു നബിതങ്ങൾ. മറുപടി കത്ത് കിട്ടി. വഹശി വായിച്ചു നോക്കിയിട്ട് വീണ്ടും സംശയം. എന്താണെന്നറിയോ? തിരിച്ച് നബിയോട് ചോദിച്ചു, നബിയെ എന്താ പറഞ്ഞത്? തൗബ ചെയ്താൽ, വിശ്വസിച്ചാൽ, നല്ലത് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ ഈ നല്ലത് എന്നെ കൊണ്ട് പറ്റുമോ? ഞാൻ നല്ലതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ വിശ്വസിക്കാം, പശ്ചാത്തപിച്ചു മടങ്ങാം. പക്ഷെ വാമില അമലൻ സ്വാലിഹ, ഞാൻ എന്ത് നല്ലത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. ജീവിതത്തിൽ ഒരു സുഹൃത്തും ഞാൻ ചെയ്തിട്ടില്ല. ആ സമയത്ത് കത്ത് മറുപടി അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കിട്ടുമ്പോൾ വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് മറുപടി കൊടുക്കുകയാണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. നമ്മുടെ വിഷയത്തിലുള്ള ഈ മൂന്നാമത്തെ ആയത്ത് ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് കത്തിന് മറുപടിയായി കൊടുക്കുകയാണ്. അല്ലാഹു ശിർക്ക് ചെയ്യാത്തവൻ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ശിർക്ക് ചെയ്യാത്ത ഏത് പാപവും ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. അതുകൊണ്ട് വഹശി വിഷമിക്കണ്ട, പെട്ടെന്ന് കലിമ ചൊല്ലിക്കോ. ആ സമയത്ത് കത്ത് കിട്ടിയ വഹശി കത്ത് വായിച്ചു നോക്കിയിട്ട് വീണ്ടും സംശയമായി. വീണ്ടും നബി തങ്ങളോട് ചോദിക്കുന്നു, നബിയേ നിങ്ങൾ പറഞ്ഞല്ലോ ആ ശിർക്കല്ലാത്തത് ആര് ചെയ്താലും അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുമെന്ന്. ആ ഉദ്ദേശിച്ചവരിൽ ഞാൻ പെടുവോ? ഉദ്ദേശിക്കുന്നവർക്കല്ലേ പുറത്തു കൊടുക്കൂ. ആ ഉദ്ദേശിക്കുന്നവരിൽ ഞാൻ പെടുവോ? ആ സമയത്ത് കത്ത് വായിച്ചിട്ട് നബി തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് അവസാന ഒരായത്ത് കൂടി അങ്ങോട്ട് അറിയിച്ചു കൊടുത്തു. എന്താണെന്നറിയോ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമിഅ. എന്റെ ദാസന്മാരെ, എന്റെ അടിമകളെ, ഇതാരെ വിളിച്ചത്? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തെമ്മാടിത്തരം ചെയ്യുന്ന ആളുകളെ അല്ല വിളിച്ചത് യാ ഇബാദി, എന്റെ ദാസന്മാരെ എന്ന് വിളിക്കുക. എന്നിട്ട് പറയാണ്, നിങ്ങൾ നിരാശപ്പെടലേട്ടാ, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്, എല്ലാം പുറത്തു തന്നേക്കാം. ഇതങ്ങോട്ട് കിട്ടിയപ്പോൾ അതാ കലിമ പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ ഹിന്ദിന്റെ ജൽപ്പനങ്ങൾക്ക് വശംവദനായി കൊണ്ട് ഏതൊരു മനുഷ്യനാണോ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായിട്ട് കൊന്നൊടുക്കിയത്, ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകന്റെ പേരും ഞാൻ ഭീമാ പള്ളിയിൽ പറഞ്ഞാൽ നിങ്ങൾ ഉറക്കെ പറയും റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിച്ച, ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട ഒരു മരണം, ഒരു ഷഹാദത്ത്, അത് തന്റെ കൊച്ചാപ്പ ഹംസ തങ്ങളുടെ ഷഹാദത്താണ്. ആ പേര് അത് കൊന്നുകളഞ്ഞ ആളിന്റെ പേര് ഭീമാ പള്ളിയിൽ ഞാൻ പറഞ്ഞാൽ ഈ അനുയായികൾ ഉറക്കെ പറയും റളിയല്ലാഹു അൻഹു. അതാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം. ജീവിതത്തിൽ എന്ത് വന്നു പോയാലും പശ്ചാത്തപിച്ചു മടങ്ങാൻ മനസ്സുണ്ടോ? അല്ലാഹുവിന്റെ പൊറുക്കൽ ചോദിക്കാൻ മനസ്സുണ്ടോ?